അങ്ങനെ മാർവലിൻ്റെ പുതിയ സ്പൈഡർമാൻ മൂവിയായ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഫസ്റ്റ് ലുക്കൊക്കെ വന്നിട്ടുണ്ട്. സോ ഇതിൽ ഈ പുതിയ സൂട്ടിൻ്റെ ലുക്കൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ ക്ലാസിക് ഹീറോസ് ആയിട്ടുള്ള നമ്മുടെ ടോബിയുടെയും ആൻഡ്രൂവിൻ്റെയും സൂട്ട് പോലെയൊക്കെ തന്നെ വെബിങ് ഒക്കെ പുറത്തേക്ക് ഫീച്ചർ ചെയ്യുന്ന പോലെ തന്നെ ഉണ്ട്. സോ ഇതൊരു നല്ല ഐക്കോണിക് ആൻഡ് ന്യൂ ലുക്ക് തന്നെ നമ്മുടെ കാസ്റ്റിങ്ങിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി പുതിയ കാസ്റ്റ് മെമ്പേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഹൾക്ക് വരുന്നത് കൺഫേം ആണ്. പക്ഷേ ഈ വരുന്ന ഹൾക്ക് സാവേജ് ഹൾക്കാണോ അതോ പ്രൊഫസർ ഹൾക്കാണോ എന്ന് മൂവി കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഹൾക്ക് മാത്രമല്ല, നമ്മുടെ പണിഷർ ഓൾറെഡി ഡെയർ ഡെവിൽ ഉള്ളതുപോലെ ഇതിലും പുള്ളിയുടെ സീക്വൻസും കാര്യങ്ങളും ഇതിലും ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ഹൾക്കും പണിഷറും സ്പൈഡർമാനും തമ്മിൽ ഒരു ഐക്കോണിക് ഫൈറ്റ് ഉണ്ടാവാമായിരിക്കാം. സോ ഈ ഫൈറ്റിൽ പണിഷർ നമ്മുടെ സ്പൈഡർമാനെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് മാർവൽ കോമിക്സിൽ ഒരു സീനുണ്ട്. സോ ഇങ്ങനത്തെ ഐക്കോണിക് സീൻസ് ഒക്കെ മൂവിയിൽ വന്നാൽ നല്ല ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ സ്പൈഡർമാൻ മൂവീസിൽ ഓൾഡ് വില്ലൻസ് ആയ സ്കോർപ്പിയോണിന്റെ റിട്ടേണിങ്ങും ഉണ്ടെന്നാണ് റൂമേഴ്സ് ഒക്കെ. സ്കോർപ്പിയോൺ മാത്രമല്ല, നമ്മുടെ ബൂമറാങ്, റാംറോഡ് തോംസൺ, ട്രാൻറ്റുള്ള, മിസ്റ്റർ നെഗറ്റീവ് ഇവരും ഉണ്ടാവാം. മേ ബി നമ്മുടെ മിസ്റ്റർ നെഗറ്റീവിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളും വരാനാണ് സാധ്യത. അതുപോലെ ഇതിൽ സേഡി സിംഗിന്റെ കാസ്റ്റിംഗ് ആണ് ഇതിൽ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള. ഇപ്പോഴും ഫുൾ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നമുക്കിത് പ്രെഡിക്റ്റബിൾ അല്ല. അതുമാത്രമല്ല, പുള്ളിക്കാരിയുടെ ക്യാരക്ടർ ചിലപ്പം ഗെൻ സ്റ്റേസിയോ അല്ലെങ്കിൽ സിൽക്കോ ആവാം. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ മാർവൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.